പിന്നെ പിന്നെ നമ്മൾ കുറേ കൂടി ബഷീറിനാണ് എനിക്ക് അത്തരത്തിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരാള്. മുഹമ്മദ് ബഷീർ. ബഷീർ ഇസ് ലൈക്ക് സ്നേഹം നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. വായിക്കുമ്പോൾ നമുക്ക് ഓരോ വരിയിലും ഓരോ ഇതിലും സ്നേഹമാണ് ആൾ നിറച്ചിരിക്കുന്നത്. സ്നേഹം കിട്ടും നമുക്ക്. മറ്റേതിൽ അത്ര സ്നേഹം ഇല്ല. മാധവിക്കുട്ടി, രാജലക്ഷ്മി, പിന്നെ നമ്മുടെ മാധവിക്കുട്ടി ആരാ, പിന്നെ നമ്മുടെ അഷിതേനെ ഇഷ്ടം. അഷിതയുടെ ബുക്സ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അഷിതേനെ ഇഷ്ടം. പിന്നെ പുരുഷന്മാരിൽ അന്ന് ഞാൻ ഏറെ വായിച്ച ഒരാളാണ് ആനന്ദ്. ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകളും മറ്റേ മരുഭൂമികൾ ഉണ്ടാകുന്നതും അതൊക്കെ ഏറ്റവും ഹോണ്ട് ചെയ്തിട്ടുള്ള സാധനം. പിന്നെ പിന്നെ ആനന്ദ് പിന്നീട് മാറിയല്ലോ ആളുടെ പാറ്റേൺ റൈറ്റ് മാറി. മുൻപേ പറക്കുന്ന പക്ഷികൾ വായിക്കാനൊക്കെ ആയിട്ട് നമ്മള് വായിച്ചിട്ട് തോന്നുന്നു കേട്ടോ. മുൻപേ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബാല്യകാല സഖി വായിച്ചിട്ടുണ്ട്. ബാല്യകാല സഖി ബഷീറിന്റെ പിന്നെ മാധവിക്കുട്ടിയുടെ എല്ലാതും ഓരോന്നെ ഒന്നിട്ട് കല്യാന്ന് പറഞ്ഞ പോലത്തെ സാധനം. പത്മരാജനെ എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്ക് തീരെ അയാളെ വായിക്കുന്തോ അല്ലെങ്കിൽ കാണും തോറും കുറച്ചൊക്കെ ഇപ്പൊ നമ്മുടെ ഈ സിനിമയില്ലേ ആ സിനിമയിലൊക്കെ വടക്കനാഥൻ. അപ്പൊ അതിൽ ശരിക്കും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള എലമെന്റ് കുറെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇയാൾക്ക് വേണ്ടിയിട്ട് രണ്ട് സ്ത്രീകൾ, ഒരെണ്ണം ഭയങ്കര സോക്കോൾഡ് എല്ലാം ഉള്ള സ്ത്രീ, മറ്റത് അതായത് അലമ്പായിട്ട് നടക്കുന്ന നേരത്തെ ഒരു സ്ത്രീ, അലമ്പനല്ലാണ്ട് അതിങ്ങനെ ഭാര്യയായിട്ട് അത് പുരുഷന് വേണ്ടിയിട്ടുള്ള കുറെ അതിനകത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ. ക്ലാര എന്ന് പറയുന്ന വ്യക്തിനെയും അങ്ങനെ തന്നെയല്ലേ പ്ലേസ് ചെയ്ത്. അപ്പൊ എനിക്ക് അതൊക്കെ ഇങ്ങനെ അല്ല ഈ നമുക്ക് പറക്കുന്ന മുദ്രത്തോപ്പുകള് അത്യാവശ്യം നല്ല ഭയങ്കര അതൊരു പത്മരാജന്റെ പക്ഷേ എഴുത്തുകള് കഥകള് കുറച്ചൊക്കെ രസമുള്ളതുണ്ടല്ലോ. കുറെയൊക്കെ എനിക്ക് വായിക്കുമ്പോൾ രസമുള്ള കുറച്ച്